+1 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചറിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫോഴ്സുകൾ എന്തെല്ലാമാണ്. There are 4 fundamental forces in nature. നേച്ചറിൽ 4 ബേസിക് ആയിട്ടുള്ള ഫോഴ്സുകളാണ് ഉള്ളത്. They are gravitational force, weak nuclear force, electromagnetic force and strong nuclear force. Gravitational force. It is the force of attraction between particles having mass. മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഓഫ് മാസ് m1 and m2 is separated by a distance r. Then the force of attraction F between them is given by F is directly proportional to the product of two mass m1 and m2. This is equation 1. Then F is inversely proportional to the square of the distance between them. It is equation 2. Then we compare that equation. Then we get F is directly proportional to m1 m2 by r square. ഇതിൽ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജി എന്നുള്ളൊരു കോൺസ്റ്റന്റ് ഇതിൽ ഇടുവാണ്. Then the equation becomes F is equal to G m1 m2 by r square, where G is the universal gravitational constant. ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ അട്രാക്റ്റീവ് ഫോഴ്സ്. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. Gravitational force is directly proportional to the product of the masses of the two bodies. നമ്മൾ നേരത്തെ കണ്ടു F is directly proportional to m1 and m2. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Gravitational force obeys inverse square law. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിൽ തന്നെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എക്സാമിനൊക്കെ 1 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ് വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലെ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നേച്ചറിലെ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ആക്ട് ഓൺ ലോങ് ഡിസ്റ്റൻസ്. അതിന് ലോങ് ഡിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് എർത്തിന് ചുറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെയും മൂണിൻ്റെയും മോഷൻ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സിൻ്റെ മോഷൻ. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. നമുക്കറിയാം ഭൂമിയിൽ എന്തെങ്കിലും ഒരു വസ്തു താഴത്തേക്ക് ഇട്ടാൽ അത് താഴേക്ക് പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഇൻവോൾവ് ഇൻ എ ന്യൂക്ലിയർ പ്രോസസ് സച്ച് ആസ് ദ ബീറ്റ ഡീകേ ഓഫ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയർ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എലമെൻ്ററി പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ട്രാവൽ ഓൺലി ഷോർട്ട് ഡിസ്റ്റൻസ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻25 ടൈംസ് സ്ട്രോങ്ങർ ആണ്. ഇനി മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിലുണ്ടാകുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് റെസ്റ്റിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജസ് മൂവ്മെൻറ്റിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്.
ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഇൻ നേച്ചർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവും ആകാം അല്ലെങ്കിൽ റിപ്പൾസീവും ആകാം. നമുക്കറിയാം, ഒരുപോലത്തെ ചാർജസ് ആണെങ്കിൽ റിപ്പല് ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഒബേസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇത് ഒബേ ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് is a long range force. It means it can travel long distance. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻36 ടൈംസ് സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇനി നാലാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും ഉണ്ട്, പ്രോട്ടോൺസും ഉണ്ട്. അവയെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നേച്ചറിലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ദേ ആർ ചാർജ് ആൻഡ് മാസ് ഇൻഡിപെൻഡൻറ്റ്. ചാർജിനെയും മാസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചാർജ് ചേഞ്ച് ആയാലും മാസ് ചേഞ്ച് ആയാലും അതിൻ്റെ ഫോഴ്സ് എപ്പോഴും സെയിം ആയിരിക്കും. ഫോഴ്സിൽ മാറ്റമൊന്നും വരുത്തില്ല. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻38 ടൈംസ് സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി 4 ഫണ്ടമെൻ്റൽ ഫോഴ്സിൻ്റെ നമുക്ക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നേച്ചറിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻25 ടൈംസ് സ്ട്രോങ്ങർ ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻36 ടൈംസ് സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻38 ടൈംസ് സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടുതൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനാണ്.